ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമഃ. കോദണ്ഡം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാത്മീകോവിലം. ആത്മീയസംഭൂതരാമം ഭോജതി സംഗത ശ്രീമദ്രാമായണീ ഗംഗാപുരാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 166 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുമ്പ് നമ്മൾ ഇന്ദ്രജിത്തിൻ്റെ വധം വരെയുള്ളത് കേട്ടു. അതിനുശേഷം ഉള്ള വിഷയങ്ങളാണ് ഇന്നത്തെ പ്രഭാഷണത്തിലുള്ളത്. 91 സർഗത്തിലെ ഇന്ദ്രജിത്തിനെ വധിച്ച ലക്ഷ്മണനെ രാമനും മറ്റുള്ളവരും അനുമോദിച്ചു, ശ്ലാഘിച്ചു എന്നാണ് പറയുന്നത്. ജാമ്പവന്തൻ്റെ ഹനുമന്തവീര്യവാൻ സന്നിപത്യ മഹാതേജ സാക്ഷ സർവാൻവനോകസ ബഭൂവ ഹൃഷ്ടസ്ഥമഹത്വ ശത്രുജയകാരമാഹവേ. ശത്രുവിനെ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ എല്ലാവരും ഒത്തുചേർന്നു. ആ ലക്ഷ്മണനെ അഭിനയിച്ചു. ലക്ഷ്മണൻ രാമൻ്റെ അടുത്ത് ചെന്നിട്ട് ഞെരങ്ങുന്ന ശബ്ദത്തിൽ, അതായത് അദ്ദേഹം യുദ്ധം കൊണ്ട് വളരെ ക്ഷീണിതരായിരുന്നു, ചെറിയ ശബ്ദത്തിൽ ഇന്ദ്രജിത്തിനെ വധിച്ചു എന്ന വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോൾ രാമനും അദ്ദേഹത്തെ സ്തുതിച്ചു. അതാണ് 12 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിലെ ഈ അനുമോദനങ്ങളാണ് നമ്മൾ കാണുക. പറഞ്ഞ് വളരെയധികം കർക്കശനായ ആളായിരുന്നു ഇന്ദ്രജിത്ത്. ദേവേന്ദ്രനൊക്കെ പരാജയപ്പെടുത്തിയവനാണ്, മായാവിശാരദനാണ്. അങ്ങനെയുള്ള ആ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചല്ലോ. അത് വളരെ ദുഷ്കരമായ കർമ്മമാണ്. കൃതം പരമകല്യാണം കർമ്മ ദുഷ്കരകർമ്മണ അദ്യമന്യേ ഹൃദയപുത്രേ രാവണം നിഹിതം യുധി. രാമൻ പറഞ്ഞു, അതുകൊണ്ട് ഈ ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് രാവണൻ തന്നെ കൊല്ലപ്പെട്ടതുപോലെയായി. രാവണൻ്റെ എല്ലാ പ്രതാപം ഇതോടുകൂടി അവസാനിച്ചു. അത്രയധികം കേമനായ പുത്രനായിരുന്നു ഇന്ദ്രജിത്ത്. അതുകൊണ്ട് ആ ലക്ഷ്മണനെ അഭിനന്ദിച്ചു. അതിനുശേഷം സുഷേണൻ എന്ന വാനരനോട് രാമൻ പറഞ്ഞു, ലക്ഷ്മണൻ വളരെ ക്ഷീണിതനായിരുന്നു യുദ്ധം. അദ്ദേഹത്തിൻ്റെ ക്ഷീണം തീർക്കാനും അദ്ദേഹത്തിന് സ്വാസ്ഥ്യം ഉണ്ടാക്കാനും വേണ്ടി വേണ്ട ചികിത്സകൾ കൊടുക്കാൻ പറഞ്ഞു. അമ്പേറ്റിട്ടുള്ള മുറിവുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വിശല്യോയം മഹാപ്രജ്ഞ സൗമിത്ര മിത്രവത്സര. അതുകൊണ്ട് അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏതോ ഒരു പച്ചമരുന്ന് ആ സുഷേണൻ ലക്ഷ്മണൻ്റെ മൂക്കിൽ വെച്ചു. അതിൻ്റെ ഗന്ധം ആസ്വദിച്ചോടു കൂടി തന്നെ ലക്ഷ്മണന് ക്ഷീണമൊക്കെ പോയി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് വാനരവീരന്മാർക്കും സുഗ്രീവൻ, അംഗദൻ മുതലായവർക്കൊക്കെ വേണ്ട ചികിത്സയൊക്കെ ചെയ്തു. അവർ സന്തുഷ്ടരായി വീണ്ടും യുദ്ധത്തിന് സന്നദ്ധരായി താല്പര്യം യുദ്ധം ചെയ്യാമെന്നൊക്കെ അവർ ഊർജ്ജസ്വലായി തീർന്നു. പിന്നീട് അടുത്ത സർഗത്തിൽ പറയുന്നത്, രാവണൻ തൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആകപ്പാടെ ദുഃഖിച്ചു. അദ്ദേഹത്തിൻ്റെ വിലാപം ഒക്കെ ആദ്യത്തിന് വിശ്വസിക്കാൻ സാധിക്കാതൊന്നായിരുന്നു ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു എന്നുള്ളത്. അതിൽ പുത്രശോകാകുലോ ദീനോ വിലലാപാകുലേന്ദ്രിയ രാക്ഷസമോ മുഖ്യ മമ വത്സ മഹാബല. അദ്ദേഹം വിലലാപാകുലേന്ദ്രിയ, വളരെയധികം ദുഃഖിതനായിട്ട് കരഞ്ഞു. എൻ്റെ ഈ പുത്രൻ കൊല്ലപ്പെട്ടുവല്ലോ. ജിതേന്ദ്രം കഥമദ്യത്വ, ഇന്ദ്രനെപ്പോലും ജയിച്ചവനായ അവനെ ആ ലക്ഷ്മണൻ എങ്ങനെ വധിച്ചു? വിശ്വസനീയമല്ലാത്ത പോലെ തോന്നി രാവണന്. രാവണൻ ആ ഇന്ദ്രജിത്തിനെ കുറെ പുകഴ്ത്തുന്നുണ്ട്. ഇതൊക്കെയുള്ള ആളായിരുന്നു ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടുവല്ലോ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം വളരെ ദുഃഖിതനായതുപോലെ ക്രുദ്ധനുമായി. ശത്രുവുള്ള ക്രോധം വർദ്ധിച്ചു. അതുകൊണ്ട് വിചാരിച്ചു ഇതിനൊക്കെ കാരണക്കാരിയായ അടിസ്ഥാന കാരണം സീതയാണ്. അവളുടെ സീതയെ വധിച്ചു കളയാം എന്ന് വിചാരിച്ചു എന്നാണ് രാവണൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് കവിയുടെ വർണ്ണന. രാവണൻ പറയുന്നുണ്ട്, നേരത്തെ മായാസീതയാണ് ആ ഇന്ദ്രജിത്ത് വാനരന്മാരെ പ്രദർശിപ്പിച്ച് വാനരന്മാരുടെ മുമ്പാകെ വധിച്ചത്. ഇപ്പം ഞാൻ യഥാർത്ഥ സീതയെ തന്നെ വധിക്കുന്നുണ്ട് എന്നൊക്കെ ക്രുദ്ധനായിട്ട് പറഞ്ഞു. 36-37 ശ്ലോകത്തിലൊക്കെ അതാണുള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ തന്നെ വധിക്കാൻ പോകുവാനില്ല.
അപ്പോൾ ഈ രക്ഷസാമധ്യേ എന്ന് പറഞ്ഞു. എന്നിട്ട് വളരെ ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 1000 ആണ്ടുകൾ തപസ് ചെയ്തിട്ടവനാണ്, ആ തപസ്സിൻ്റെ ഫലമൊക്കെ നീ വെറുതെ ആയിപ്പോയോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തസ്യൈവം തപസോവിഷ്ട്യ പ്രസാദാത്ത സ്വയംഭുവ. ബ്രഹ്മാവിൻ്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ദേവന്മാരെന്നോ അസുരന്മാരെന്നോ ദാനവന്മാരെന്നോ ഭയം ഉണ്ടാവില്ല. നാസുരേഭ്യോന ദേവേഭ്യോ ഭയം മകഞ്ചന. എനിക്കൊരു ഭയം ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യരിൽ നിന്ന് ഭയം ഉണ്ടാകുന്നോട്ട് വിചാരിച്ചതാണ്. ഞാൻ മനുഷ്യർ എന്നെ വധിക്കരുതെന്ന് വരം വാങ്ങിയിട്ടുമില്ല. അതൊക്കെ ആ രാവണൻ ഇപ്പം ആലോചിക്കുകയാണ്. രാമൻ മനുഷ്യനാണല്ലോ, രാമൻ്റെ കൈകൊണ്ട് അപജയം ഉണ്ടാവുക എന്നുള്ളത് സാധ്യമുള്ള കാര്യമാണ്. കാരണം മനുഷ്യർ കൊല്ലരുതെന്ന് രാവണൻ വരം വാങ്ങിയിട്ടില്ല. അതൊക്കെ അദ്ദേഹം ആലോചിക്കുകയാണ്. എന്നിട്ടൊക്കെ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് സീതയുടെ അടുത്തേക്ക് സീതയെ വധിക്കാനായിട്ട് പോവാൻ. അങ്ങനെ ആ രാവണൻ വാളെടുത്ത് ക്രുദ്ധനായി തൻ്റെ നേർക്ക് വരുന്ന കണ്ടപ്പോൾ ആ സീതയും ലഭിച്ചു. സീത വിചാരിച്ചു, ഈ രാവണൻ്റെ കൈകൊണ്ട് ഞാൻ വധിക്കപ്പെടും, എന്തൊരു കഷ്ടകാലമാണ് എനിക്ക് വന്നു പെട്ടത്. മുമ്പ് ആ ഹനുമാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ മുതുകിൽ കയറി ഇരുന്നോളൂ, ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞു. അന്നെനിക്ക് ആ ബുദ്ധി തോന്നിയില്ല, ഉണ്ടെങ്കിൽ ഈ വിഷമം ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ അവൾ പഴയതൊക്കെ വിചാരിക്കുകയാണ്. ഭാര്യമാസു സംക്രുദ്ധ. ഇങ്ങനെ ആ സീത പലതും ആലോചിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ കുബ്ജയുടെ സ്വഭാവം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് ആലോചിച്ചു. ആ കുഞ്ഞായ കുബ്ജ കൈകയെ പറഞ്ഞ് ബുദ്ധി വെളുപ്പിച്ചുകൊണ്ടാണ് ഉണ്ടായത്. ആ കൗസല്യയുടെ കാര്യം വലിയ കഷ്ടം തന്നെ. ഈ രാമൻ മരിച്ചു കഴിഞ്ഞാൽ കൗസല്യ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നൊക്കെയാണ് പലതിനെ കുറിച്ച് വിചാരിച്ചു. കൈകയുടെ ഉഷ്ണത്വത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ സീത വിചാരിച്ചുകൊണ്ടിരിക്കെ കുറേ രാക്ഷസന്മാർ രാവണനെ തടഞ്ഞു. ഭാര്യമാണ് അസുസംക്രുദ്ധ സുഹൃഭ്യം ഹിതബുദ്ധിഭീ എന്നാണ്. രാവണന് ഹിതമായിട്ട് പറയുന്ന കുറച്ചൊക്കെ ആൾക്കാർ രാക്ഷസന്മാരുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ സൽബുദ്ധികളായ. അവർ രാവണനെ തടഞ്ഞു. രാവണ സീതയെ കൊല്ലാൻ പോകുന്നത് ശരിയല്ല, നമുക്ക് യുദ്ധം ചെയ്യാം, സ്ത്രീയെ കളയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. മൈഥിലി ലക്ഷ്യമാണ് അത് രാക്ഷസീഭിരഭിന്ദിര രാക്ഷസംക്രുദ്ധം നിസ്തൃംശ പരധാരിണം. ആ സമയത്തൊക്കെ സ്ത്രീയുടെ വിചാരങ്ങൾ നല്ല ദയനീയമായിരുന്നു. അതായത് രാക്ഷസന്മാരിൽ ശുപാർശൻ മുതലായിരിക്കുന്ന ആളുകൾ വന്നിട്ട് രാവണനോട് പറഞ്ഞു, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങ് കുബേരൻ്റെ സഹോദരനായിരിക്കുന്ന ആളാണ്, വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. വേദവിദ്യാവൃതസ്നാഥ സ്വകർമ്മ നിരതസ്തഥ സ്ത്രീയ കസ്മാദ്വധം വീര മന്യസേ രാക്ഷസേശ്വര. അങ്ങനെ മഹാദേവനായിരിക്കുന്ന വേദവിത്തായിരിക്കുന്ന അങ്ങ് സ്ത്രീകളെ എങ്ങനെ കൊല്ലും? അത് ധർമ്മവിരുദ്ധാണല്ലോ. അതുകൊണ്ട് അതിന് ബുദ്ധി വെക്കരുതെന്ന് പറഞ്ഞ് പറഞ്ഞു. അതുകൊണ്ട് രാവണൻ തൽക്കാലം അവരുടെയൊക്കെ പ്രേരണയ്ക്ക് വശംവദനായിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. സതദ്ദുരാത്മാ സുഹൃദാ നിവേദിതം വജസ്സുധർമ്മ്യം പ്രതിഗൃഹ്യ രാവണ എന്നാണ് വാൽമീകി പറയുന്നത്. ആ വാക്കുകളെ സ്വീകരിച്ചു രാവണൻ. അതായത് സീതയെ വധിക്കുന്ന മോശമാണ്, സ്ത്രീവധം മോശമാണെന്ന് വിചാരിച്ചിട്ട് തൽക്കാലത്തേക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞു. പിന്നീട് അതികേയമായിരിക്കുന്ന യുദ്ധം, രാക്ഷസന്മാർ വാനരന്മാർ തമ്മിലുള്ള യുദ്ധം വർണ്ണിക്കാൻ വളരെ വിശദമായ വർണ്ണനയാണ്. വർണ്ണനയിൽ പുതുമയൊന്നും യഥാർത്ഥത്തിലില്ല. കാരണം രാക്ഷസന്മാരുടെ ആയുധങ്ങളും ഈ വാനരന്മാരുടെ ആയുധങ്ങളൊക്കെ പഴയത് തന്നെയാണ്. പഴയത് പണ്ട് ഉപയോഗിച്ചിരുന്ന അതേപോലത്തെ ആയുധങ്ങളാണ്. അവരുടെ യുദ്ധ നടപടികളൊക്കെ അതൊക്കെ ഒരുപോലെയാണ് താനും. എന്നാലും അത് കൃത്യമായിട്ട് വർണ്ണിക്കാൻ ഈ സീതാവധത്തിൽ നിന്ന് നിവർത്തിച്ച ശേഷം എല്ലാവരോടായിട്ട് രാവണൻ പറഞ്ഞു, സർവാൻ ബലമുഖ്യാൻ മഹാബല രാവണ പ്രാഞ്ജലിഭ്യം പുത്രവ്യസന ഹർഷിതം. പുത്രൻ വധിക്കപ്പെട്ടതിലുള്ള ദുഃഖത്തോടു കൂടിയിട്ട് സമസ്ത രാക്ഷസന്മാരോട് പറഞ്ഞു, സർവേഹോ എന്ത് സർവേന ഹസ്തശ്വേന സമാവൃതം. നിങ്ങൾ ആനപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ ആയിട്ട് എൻ്റെ സൈന്യത്തോട് കൂടി ഇത്തതിന് കുഴപ്പമുള്ളൂ. ഇനി ഇത് അവസാനത്തെ യുദ്ധമായിരിക്കണം, അങ്ങനെ അവരെ വധിക്കണം എന്ന് പറഞ്ഞു. അതികേമമായിട്ട് അവരൊക്കെ കൂടിയിട്ട് രാമനോട് എതിരിടാൻ പോയി. രാമനാകട്ടെ അവരൊക്കെ നേരിടാനൊക്കെ ഒന്നും സന്നദ്ധനായി നിൽക്കുകയും ചെയ്തു. അവിടെ ഒരു സകരായ സംഗതി ഉണ്ടായത്, ഗാന്ധർവാസ്ത്രത്തിൻ്റെ ഒക്കെ മോഹനവിദ്യ കൊണ്ടായിരിക്കണം രാമൻ പലതുണ്ട് എന്ന് രാക്ഷസന്മാർക്ക് തോന്നാൻ തുടങ്ങി. 10,000കണക്കിന് രാമനുണ്ട് എന്ന് അവർക്ക് തോന്നി. ഓരോ രാക്ഷസനും തോന്നിയത് രാമൻ തന്നോടാണ് നിൽക്കുന്നത് എന്ന് തോന്നി. അങ്ങനെ വിദ്യകളൊക്കെ ഉണ്ടായില്ല, അവരൊക്കെ വിഭ്രമിപ്പിച്ചു എന്ന് പറയുന്നത്.
അവർക്കൊക്കെ ഏകൈകൻ രാക്ഷസം സംഖ്യേ ശതംവാനര പുങ്കവും അഭ്യതാവന്ത വലിയം വൃക്ഷം ശകുനയോ യഥാ. ഓരോ രാക്ഷസിന് നേരെയും 100 വാനരന്മാരും യുദ്ധം ചെയ്യുന്നതാണ്. വാനരന്മാർ അസംഖ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രാക്ഷസന്മാർ ഈ വാനരന്മാരെന്നുള്ള യുദ്ധം അങ്ങനെ ക്ഷേമമായി. രാമൻ്റെ സ്വരൂപമാകട്ടെ അവർക്ക് സൃഷ്ടിഗോചരായില്ല. ഇടയ്ക്ക് കാണാതായി. ഇടയ്ക്ക് എല്ലാവർക്കും തോന്നിയത് എന്നോടാണ് രാമൻ യുദ്ധത്തിന് വരുന്നതെന്ന് തോന്നി. ഇങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെയാണ് അവിടെ ഉണ്ടായത്. ഈ സമയത്ത് നിരവധി ആൾക്കാർ രാക്ഷസന്മാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു അപ്പോഴേക്ക്. അപ്പോൾ ഈ ലങ്കാപുരിയിൽ മുഴുവൻ വലിയ രോദനം ഉയർന്നു. സ്ത്രീകളാണ് കാര്യമായിട്ട്. കാരണം സ്ത്രീകൾക്കാണ് ഭർത്താവ് നഷ്ടപ്പെടുന്നു, സഹോദരൻ നഷ്ടപ്പെടുന്നു, പുത്രന്മാർ നഷ്ടപ്പെടുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് രാവണൻ്റെ ഈ അധപ്പതന കാലത്ത് രാവണനെ കുറ്റം പറയുന്നതും നമുക്ക് കാണാം. ലോക സ്വഭാവമാണ്. ഇത്രയും കാലം രാവണൻ്റെ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. എന്നാലും തങ്ങൾക്ക് വിപരീതാനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ അവരൊക്കെ പറഞ്ഞു ഈ രാവണൻ്റെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഈ വിഷമത്തിലൊക്കെ ആയത്. പിന്നെ ചിലർ പറഞ്ഞു എന്തിനീ രാവണനെ പറയണം, ശൂർപ്പണഖ തന്നെയാണ് കാരണം. ശൂർപ്പണഖ യഥാർത്ഥ മദ്യം വെച്ച് കഴിഞ്ഞുള്ള ശൂർപ്പണഖയുടെ അസ്ഥാനസ്ഥമായ കാമം കൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് അവൾ കാമാഭ്യർത്ഥനയായിട്ട് രാമലക്ഷ്മണന്മാരെ സമീപിച്ചു. തനിക്ക് അംഗഭംഗം നേരിട്ടു. അതിന് ഫലമായിട്ട് ആ ജനസ്ഥാനത്ത് 14,000-ഓളം രാക്ഷസന്മാർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ അവർ ആ പഴയ കഥകളൊക്കെ ഓർമ്മിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഈ രാമനെ നേരിട്ട് ജയിക്കാൻ പ്രയാസം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ രാവണൻ മനുഷ്യരെ ജയിക്കുമെന്ന് വരം വാങ്ങിയിട്ടില്ല. മനുഷ്യരാൽ കൊല്ലപ്പെടില്ല എന്ന് രാവണൻ വരം നേടിയിട്ടില്ല. ബ്രഹ്മാവതത്തെ അനുഗ്രഹിച്ചുള്ളത് ദേവന്മാരോ ഗന്ധർവന്മാരോ കുബേരന്മാരോ യക്ഷന്മാരെന്നോ അവരെ കൊല്ലാതെ മാത്രമാണ്. അതുകൊണ്ട് ഇയാളുടെ കാര്യം കഷ്ടത്തിലായി തീരും എന്നവർ വിചാരിച്ചു. അതുകൊണ്ടല്ല അവർ ചെല്ലു പറഞ്ഞു ഈ രാവണനെ ജയിക്കാൻ പ്രയാസമായിരിക്കും. ഈ സീത തന്നെ യഥാർത്ഥത്തിൽ രാവണൻ്റെ വധത്തിന് കാരണക്കാരിയായി ജനിച്ചിട്ടുള്ളവളാണ്. കാരണം മുമ്പൊരിക്കലേ സാക്ഷാൽ മഹാദേവൻ പരമശിവൻ അസുരന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഈ രാവണൻ്റെ വധത്തിന്, രാവണൻ്റെ അന്ത്യത്തിന് കാരണമായിട്ട് ഒരു നാരി, ഒരു സ്ത്രീ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ തന്നെ ആയിരിക്കണം ഈ സീത എന്നൊക്കെ അവരിങ്ങനെ പലതും പറഞ്ഞു. കൂട്ടക്കരച്ചിലുണ്ടായി. ഇതൊക്കെ രാവണൻ കേൾക്കുന്നുണ്ടായിരുന്നു. രാവണനും അപ്പോൾ അതുകൊണ്ട് മനസ്സിന് പ്രയാസം ഉണ്ടായി തീർന്നു. ഇതൊക്കെയാണ് ആ 94-ാം സർഗത്തിൽ വിസ്തരിച്ച് പറഞ്ഞത്. പിന്നെ 95-ലെ അതിഗംഭീരമായിരിക്കുന്ന ആ യുദ്ധയാത്രയാണ്. രാക്ഷസന്മാരോട് നേരത്തെ രാവണൻ നിർദ്ദേശിച്ചിരുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഗംഭീരമായ ആ യുദ്ധത്തിനുള്ള പുറപ്പാടാണ് 19 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. രാവണൻ്റെ നിർഗമാണ്. കോട്ടയിൽ നിന്ന് രാവണൻ ഈ വാനരന്മാരെയും രാമനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. അത് വളരെ വിസ്തരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ വാക്കുകൾ വളരെ വിസ്തരിച്ചാണ്. നമ്മളത് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. രാവണന്റെ നിർഗം തപ്പി പറയുന്നത് ആപ്പാനൻ രാക്ഷസീനം തുലങ്കായം വൈകുലേ കുലേ രാവണ കരുണം ശബ്ദം ശുശ്രാവരിദേവിധം. ഈ രാക്ഷസ സ്ത്രീകളുടെ കൊട്ടാരത്തിൽ നിന്നുള്ള കരച്ചിലുകൾ രാവണൻ കേട്ടു, ശുശ്രാവ കേട്ടു. അതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിന് ക്രോധവും താപമൊക്കെ ഉണ്ടായി. സതു ദീർഘം വിനിശ്വസ്യ, ദീർഘശ്വാസമൊക്കെ വിട്ടു. കാരണം തൻ്റെ കരബലം കൊണ്ട് ഈ സുഖഭോഗങ്ങളൊക്കെ നേടിക്കൊടുത്തു. അവരൊക്കെ ഇതൊക്കെ അനുഭവിച്ച ആളുകളാണ്. അയാളിൽ ഇങ്ങനെ വിലപിക്കേണ്ടി വന്നു. ബഭൂവ പരമക്രുദ്ധോ രാവണോ ഭീമദർശന. ഇതൊക്കെ കൂടി വളരെ ക്രോധവും വന്നു. രാമലക്ഷ്മണന്മാരോടും വാനരന്മാരോടും ക്രോധിച്ചു. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഉപാധ സമീപസ്ഥാൻ രാക്ഷസേശ്വരനായ രാവണൻ തൻ്റെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ വേണ്ടതുപോലെ യുദ്ധം ചെയ്യണം. കുറേ ആൾക്കാരുടെ പേരും പറഞ്ഞു. മഹോദരം മഹാവാർഷം വിരൂപാക്ഷം ച രാക്ഷസം ശീഘ്രം വധ സൈന്യാനി നിര്യാദേവി മമജ്ഞേഹ. ഈ സുഭാഷൻ മഹോദരൻ മുതലായവരോട് പറഞ്ഞു എൻ്റെ ആജ്ഞയായിട്ട് സൈന്യങ്ങളോട് പറയൂ യുദ്ധത്തിനെതിരായി നിൽക്കാൻ പറയൂ. ഇനി അധികകാലം യുദ്ധം നീണ്ടുപോകില്ല, ഇത് അവസാനത്തെ യുദ്ധമായിരിക്കണം. അത്രയും ഏതു സർവേതഥെത്യുക്ത അവരങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് രാക്ഷസ ഭീമദർശന അതിഭീകരന്മാരായ രാക്ഷസന്മാർ പുറപ്പെട്ടു എന്നാണ്. തഥോവാച പ്രഹസ്യൈതൻ രാവണ ക്രോധമൂർച്ഛിത മഹോദര മഹാവാർച്ചോ വിരൂപാക്ഷം ച രാക്ഷസം. മഹോദരൻ മഹാവാർച്ച വിരൂപാക്ഷം, ഇവർ മൂന്നയാളെയാണ് അവിടെ എടുത്തു പറയുന്നത്. ഒരുവിധം
കേമപ്പെട്ട കീർത്തികേട്ട രാക്ഷസന്മാർ മുഴുവൻ നേരത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രഹസ്തൻ മുതലായത് കുംഭൻ, നികുംഭൻ, കുംഭകർണൻ ഇതൊക്കെ നേരത്തെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനി ചുരുക്കം പേര് യഥാർത്ഥത്തിൽ മഹാകേമന്മാരെന്ന് പറയാൻ ബാക്കിയുള്ളൂ. അവരൊക്കെയോട് പറഞ്ഞു, ഞാൻ ആ ലക്ഷ്മണനോടൊക്കെ പ്രതികാരം ചെയ്തിട്ടുണ്ട്. ഖരസ്യ കുംഭകർണസ്യ പ്രഹസ്ത ഇന്ദ്രജിതോസ്തദാകരിഷ്യാമി പ്രതീകാരം ആദ്യ ശത്രുവധാതകം. വീരവാദത്തിൽ നിന്ന് കുറവില്ല. രാവണൻ പറഞ്ഞു, ഞാൻ ഈ ഇന്ദ്രജിത്തിനെയും കുംഭകർണനെയും പ്രഹസ്തനെയൊക്കെ വധിച്ചവനായ രാമനോട് പ്രതികാരം ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നയാളെ വധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് സഹായമായിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അധികമായൊരു പടപ്പുറപ്പാടാണ്. അത്ഭുതകരമായ രീതിയിലാണ് അതൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്. കുറെ അവിശ്വസനീയമായിട്ട് തോന്നും. അത്രയധികം സംഖ്യകളാണ് സൈന്യങ്ങളെ നേരിട്ടു. സൈന്യങ്ങളാണ് യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു എന്ന് പറയുന്നത്. ആയുധങ്ങൾ പലതരത്തിൽ, പല വാളുകൾ തന്നെ പല പാകത്തിലുള്ളത്, ഗതകൾ, മുൾത്തടികൾ, ഇരുമ്പുകൾ, പരിഖങ്ങൾ, ശൂലങ്ങൾ, വേല് ഇതൊക്കെ ആയിട്ടാണ് പുറപ്പെടുന്നത്. ഈ വേലും ശൂലമൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കുന്തങ്ങൾ ഒക്കെ ആയിട്ടാണ് കുറേ. രഥങ്ങൾ തന്നെ 30 ലക്ഷം ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ കഴിയാത്തപ്പോഴാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. 10 ലക്ഷം രഥങ്ങളും 30 ലക്ഷം ആനകളും ഉണ്ടായിരുന്നു. 60 കോടി കഴുതകൾ ഇതൊക്കെയാണ് യുദ്ധത്തിന് രംഗത്തിൽ പുറപ്പെട്ടത്. രാവണൻ്റെ രക്തഖചിതമായ സ്വർണത്തിൻ്റെ തേരിൽ രാവണൻ കയറിയിരുന്നു. മഹാകരമായിരിക്കുന്ന തേരാണ്. ഉദയസൂര്യനെ പോലെ അങ്ങനെ പുറപ്പെട്ടു. യുദ്ധത്തിലുള്ള യാത്രയിൽ പക്ഷെ നേരത്തെ പലർക്കും കാണിച്ച പോലെ പല ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായതാണ്. അതായത് രാവണന് അന്ത്യകാലം എടുത്തു. രാവണ യുദ്ധത്തിൽ ജയിക്കാനിടയില്ല എന്ന് കാണിക്കുന്ന ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായത്. പുറപ്പാടൊക്കെ കേമാണെങ്കിലും ഫലതാണ്. കോടി സൂര്യ പ്രതീകാസഞ്ജ്വലന്തമിവ പാപകം ദ്രുതം സ്വതസമായുക്തം യുക്താഷ്ടതുരകൻ രഥം ആരുരോഹ തഥാ ഭീമം ദീപ്യമാനം സ്വതേജസ. തേജസ്സോട് കൂടിയിട്ട് രാവണൻ ആ തേലുകാർ പുറപ്പെട്ട സമയത്ത് കണ്ടതാണായിട്ട് എന്താണ് അനവധി തരത്തിലുള്ള ദുർനിമിത്തങ്ങളാണ്. ഈ ദുർനിമിത്തങ്ങളെ കുറിച്ചുള്ള വർണ്ണന പുരാണങ്ങളിൽ അനവധിക്കലുണ്ട്. രാമായണത്തിൽ തന്നെയും നമ്മൾ നേരത്തെയൊക്കെ കുംഭകർണ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും അധികാരം പുറപ്പെടുമ്പോഴൊക്കെ ദുർനിമിത്തങ്ങളുടെ ഇത് കാണിച്ചിട്ടുണ്ട്. അത് കുറുക്കന്മാർ ഓരിയിട്ടു, തലയ്ക്ക് മുകളിൽ അപ്രദക്ഷിണമായി പക്ഷികൾ പറന്നു, കുതിരകളുടെയൊക്കെ കാലിടറി, ഇതൊക്കെ ദുർലക്ഷണങ്ങളാണ്. അതൊക്കെ കണ്ടുകൊണ്ടാണ് തതോ നഷ്ടപ്രണോ പ്രഭോ സൂര്യ നിശസ്തതിമിരാവൃത. സൂര്യൻ്റെ തേജസ്സൊക്കെ ഇട്ടുപോലെ തോന്നി, ദിക്കുകളൊക്കെ ഇരുണ്ടു. ഇങ്ങനെയൊക്കെ ദുർനിമിത്തങ്ങളൊക്കെയാണ് ഉണ്ടായത്. അതായത് ഏതാന ചിന്തയൻ ഘോരാനുൽപാദൻ സമോസ്ഥിതാൻ ഇങ്ങനെയുള്ള അനവധി ദുർനിമിത്തങ്ങളൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ക്ലേശിക്കുക ഒക്കെ ചെയ്തെങ്കിലും യുദ്ധം വേണ്ടാന്ന് വെച്ചില്ല. അങ്ങനെ ഒരു പുറപ്പെട്ടു എന്നാണ്. അവിടെ ചെന്നിട്ട് നിരീക്ഷവാസാഹതങ്കേജിൽ പാശ്വേഷു ധാരിത. ചിലരൊക്കെ ഉയർപ്പ് മുട്ടിയവരാക്കി, ചിലരുടെ വാരിയല്ലുകൾ തകർന്ന് യുദ്ധം തുടങ്ങിയപ്പോൾ ചിലർക്ക് കണ്ണ് പോയി, ചിലർക്ക് കൈകാലുകൾ നഷ്ടപ്പെട്ടു. ക്രോധം കൊണ്ട് കണ്ണുരുട്ടിക്കൊണ്ട് ആ രാവണൻ യുദ്ധത്തിൽ രഥാരൂഢനായിട്ട് എല്ലാ ദിക്കിലും സഞ്ചരിച്ചു. ദശാനന ക്രോധ വിവൃത്ത നേത്രോ യഥോ യഥോഭ്യേതിരഥേന സംഖ്യേ തതസ്തതസ്തസ്യരപ്രവേഗം സോടുന്ന ചേകും ഹരിയൂഥപാസ്തേ. എവിടെയൊക്കെ അവിടെ ഗാനം വേണ്ട അവരൊക്കെ നമുക്ക് പോയി എന്ന് പറയാം. ഇങ്ങനെയാണ് ആ യുദ്ധം ആരംഭിച്ചത്. പിന്നീട് പ്രധാനമായി വർണ്ണിക്കുന്നത് വിരൂപാക്ഷൻ, മഹോദരൻ, മഹാഭാർഷൻ മുതലായ രാക്ഷസ നേതാക്കന്മാരുടെ വധമാണ്. അതിലാദ്യം കൊല്ലപ്പെടുന്നത് വിരൂപാക്ഷനാണ്. 96-ാമത്തെ സർഗത്തിൽ വിരൂപാക്ഷ വധാണ്. തഥാതൈ കൃത്തഗാത്രൈ സ്തുതശഗ്രീവേണ മാർഗണൈ ബഭൂവസുധാ തത്വപ്രയന്നാഹരിഭിസ്തദാം. ഈ രാവണൻ കേവലയക്കുന്ന ആളാണ്. അതിനിശ്ചിതങ്ങളായ ശസ്ത്രങ്ങൾ ഉപയോഗിച്ചു വാനരന്മാരുടെ ശരീരമൊക്കെ കീറി അവർ പരിക്കേറ്റ് വീണിട്ട് ഭൂമി ഓടിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയധികം ആൾക്കാർക്ക് വിഷമം വരെ. പ്ലവങ്കമാൻ അനീകാനീ മഹാഭ്രാണീവ മാരുത സമ്യമവും സമരേ തസ്മിൻ വിധമൻ രാവണശനൈഹി. രാവണൻ്റെ അസഖ്യമായ സഹിക്കാൻ കഴിയാത്ത ആയുധപ്രയോഗം കൊണ്ട് പല്ല് വീണു. അവർ പൊറുതിമുട്ടി. കാറ്റടിക്കുമ്പോൾ മേഘങ്ങൾ ചെതറും പോലെ ചെതറിപ്പോയി ഒക്കെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വാനസൈന്യത്തിന് വലിയ ക്ഷീണം തട്ടി അവരുടെ സൈന്യം നിര ഇളകുന്നു കണ്ടപ്പോൾ
സൈന്യങ്ങളെ നേർക്ക് നിർത്താനും അടക്കി നിർത്താനും സുഷേണനെ ഏൽപ്പിച്ചിട്ട് വാനരരാജാവായ സുഗ്രീവൻ തന്നെ യുദ്ധത്തിന് നേതൃത്വം ഏറ്റെടുത്തു. യുദ്ധക്കളത്തിലേക്ക് വന്ന അദ്ദേഹം ആയുധങ്ങളൊക്കെ പഴയ തന്നെ, ഗംഭീരമായ മരങ്ങൾ പറിച്ചെടുത്തു. മരം കൊണ്ട് രാക്ഷസന്മാരെ പ്രഹരിച്ചു. വിരൂപാക്ഷൻ്റെ കുതിരകളൊക്കെ പ്രഹരിച്ചു. യുദ്ധത്തിലിറങ്ങിയ സുഗ്രീവൻ ഉച്ചത്തിൽ ഗർജിച്ചു. അതിനുശേഷം രാക്ഷസ സൈന്യങ്ങളുടെ മേലെ ശൈലങ്ങൾ വർഷിച്ചു. പാറക്കെട്ടുകളൊക്കെ ഭരിച്ചെടുത്തിട്ട് ആ ശൈലങ്ങളിലെ ആ പെരുമാരിയിൽ കുറേ രാക്ഷസന്മാരുടെ തല പൊളിഞ്ഞു. ചിലത് അടർന്നു വീഴുന്ന പർവ്വതം പോലെ താഴെ വീണു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വിരൂപാക്ഷൻ ഗംഭീരമായ ആനയുടെ പുറത്ത് കയറിയിട്ടാണ് യുദ്ധത്തിന് വന്നത്. തഥം വിദഗ്ധമാരുഹ്യ വിരൂപാക്ഷോ മഹാബല നരന്ത ഭീമനിർഘാതം വാനരാനഭ്യതാമത. പൂരമായി അലറിക്കൊണ്ട് ആ വിരൂപാക്ഷൻ അടുത്ത് വന്നപ്പോൾ ജനവാന്മാർക്ക് ഓടിക്കളഞ്ഞു. പിന്നെ ഈ വിരൂപാക്ഷൻ്റെ യുദ്ധവൈഭവമൊക്കെ അദ്ദേഹം പ്രദർശിപ്പിച്ചു. സുഗ്രീവനായിട്ട് കാര്യമായിട്ട് ഏറ്റുമുട്ടും. സുഗ്രീവനും ഈ മഹാഭാഷനും തമ്മിൽ, ഈ വിരൂപാക്ഷനും തമ്മിൽ പലതരത്തിലുള്ള യുദ്ധമാണ്. അമ്പുകൾ ഒക്കെ, ആ അമ്പുകളാണ് കാര്യമായിട്ട് ആദ്യത്തിൽ വിരൂപാക്ഷൻ പ്രയോഗിക്കുന്നത്. അതിനൊക്കെ സുഗ്രീവൻ നിർത്തൂ. അദ്ദേഹം സുഗ്രീവനെ പ്രഹരേറ്റിട്ട് ഒരു സമയത്ത് ആനപ്പുറത്താണല്ലോ ഈ വിരൂപാക്ഷിരിക്കുന്ന. ആന അവശനായി. അത് വിലപിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറിയപ്പോൾ ഈ വിരൂപാക്ഷൻ ആനയെ ഉപേക്ഷിച്ചിട്ട് രസത്തിൽ കയറിയിരുന്നു. സുഗ്രീവനാകട്ടെ വലിയൊരു ശിലാഖണ്ഡം എടുത്തിട്ട് വിരൂപാക്ഷൻ്റെ നേരെ എറിഞ്ഞു. കറങ്ങിക്കൊണ്ടുവരുന്ന ആ ശില രാക്ഷസന്റെ ഖഡ്ഗം കൊണ്ട് വെട്ടി നുറുക്കി കളഞ്ഞു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തനിക്ക് തൽക്കാല ചില ക്ഷീണങ്ങളൊക്കെ പറ്റിയെങ്കിലും വിരൂപാക്ഷൻ സുഗ്രീവന്റെ മാറിടത്തിൽ അടിച്ചു. ആ രാക്ഷസന്റെ അടിയേറ്റിട്ട് തൽക്കാലത്തേക്ക് പ്രജ്ഞ അറ്റുപോയി, ബോധം നശിച്ചുപോയി. സുഗ്രീവന് താഴെ വീണു. പക്ഷെ കുറച്ച് കഴിഞ്ഞ ബോധം എടുത്തിട്ട് വീണ്ടും അവർ തമ്മിൽ മുഷ്ടിയുദ്ധം ചെയ്തു. ഇങ്ങനെ പലതരത്തിലും ഒരു അവസാനത്തിലൊരിക്കലേ ആ സുഗ്രീവൻ തൻ്റെ കൈത്തലം കൊണ്ട് ആ രാക്ഷസന്റെ ചെവിക്കുറ്റി നേർക്ക് ഒരു പ്രഹരം കൊടുത്തു. അപ്പോൾ അയാൾ വീണു, ചോരയൊഴുക്കിക്കൊണ്ട് വീണുന്നാണ്. അയാൾ വിരൂപാക്ഷനാണല്ലോ പേര്, കുറച്ചുകൂടി വിരൂപമായി തീർന്നതാണ്. അതുകൊണ്ട് അയാളുടെ ശരീരമൊക്കെ ചെറിയപ്പോഴും. അങ്ങനെ ചുരുക്കത്തിൽ സുഗ്രീവന്റെ പ്രഹരമേറ്റിട്ട് വിരൂപാക്ഷൻ വധിക്കപ്പെട്ടു. ഇനി അടുത്തതായിട്ട് കാര്യമായ രംഗം പ്രസിദ്ധ മഹോദരനാണ്. വിരൂപാക്ഷൻ കൊല്ലപ്പെട്ടു എന്ന് കണ്ടപ്പോൾ രാവണൻ മഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, വിരൂപാക്ഷൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, നിന്റെ ആയുധ വൈഭവങ്ങളും നിന്റെ യുദ്ധസാമർഥ്യമൊക്കെ പ്രദർശിപ്പിക്കേണ്ട സമയമാണിത്. ഇതുപോലെ നിർണായകമായ സമയമാണ്. ഉണ്ട ചോറിന് കൂറ് കാണിക്കും വിധം എന്നോട് നിനക്കുള്ള കൂറൊക്കെ കാണിക്കേണ്ടത് ഇപ്പോഴാണെന്നോ. അസ്മിൻ കാലേ മഹാബാഹോ ജയാശാസ്മേ സ്ഥിത. നിന്നെപ്പോലുള്ളവർ വിചാരിച്ചിട്ടാണ് ഞാൻ ജയിക്കുമെന്ന് വിചാരിക്കുന്നത്. അധികം ആൾക്കാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഉള്ള ആളോട് പറയാണ്, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. ജഹി ശത്രുഞ്ചവും കൊണ്ട് നീ ചെന്നിട്ട് ശത്രുക്കളുടെ സൈന്യങ്ങളൊക്കെ നശിപ്പിക്കുമോ. ഇങ്ങനെ കേട്ടപ്പോൾ രാക്ഷസേന്ദ്രോ മഹോദര പ്രവിവേശ ആരിസേനാം സാ പതംഗ ഇവ പാവകം. ഇങ്ങനെ രാവണന്റെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മഹോദരൻ എന്ത് ചെയ്തു? അദ്ദേഹം പ്രവേശിച്ചു എന്നാണ്, ശത്രു സൈന്യത്തിലേക്ക് പ്രവേശിച്ചു. ഏതുപോലെ തീക്കുണ്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പാറ്റ പോലെ, പതംഗം പോലെ. തീക്കുണ്ടത്തിലേക്ക് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ഈ ശലഭങ്ങളൊക്കെ നശിച്ചു പോയില്ല. അതേപോലെ മഹോദരൻ്റെ നാശം എടുത്തിരിക്കുന്നു എന്ന് കാണിക്കാൻ അതായത് മഹോദരൻ സാധിക്കും പോലെ യുദ്ധം ചെയ്തു. സുഗ്രീവൻ തന്നെയാണ് മഹോദരനെ നേരിടാനായിട്ട് വന്നത്. വലിയ പർവ്വതം പോലുള്ളതായൊരു മല മുഴക്കിയെടുത്തിട്ട് ശിലാഖണ്ഡം, അതാണ് കാര്യമായിട്ട് വാനന്മാരായുധം, അതുകൊണ്ട് എറിഞ്ഞു. അതിനൊക്കെ നിലകൊണ്ടില്ലാതാക്കി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അവർ തമ്മിൽ പലതരത്തിൽ യുദ്ധം ചെയ്തു. ശില തകർന്ന് കണ്ടപ്പോൾ സുഗ്രീവൻ വേറൊരു സാലവൃക്ഷം പറിച്ചെടുത്തിട്ട് എറിഞ്ഞു. മഹോദരൻ അതിനൊക്കെ ഛേദിച്ചു കളഞ്ഞു. ഒരു അത്ഭുതകരമായ വിക്രമാണ്. വലിയൊരു മരത്തിനൊക്കെ അമ്പ് കൊണ്ട് ഛേദിച്ച് മുറിച്ച് നിർത്തി കളയാന്ന് പറയുന്നതൊന്നും സാമാന്യമല്ല അർത്ഥം. അതിനിടയ്ക്ക് കുതിരകളെ സുഗ്രീവൻ മുറിപ്പെടുത്തി. അപ്പോൾ കുതിരകൾ വീണു. കുതിരകൾ വീണപ്പോൾ മഹോദരൻ രഥത്തുനിന്ന് ചാടിയിട്ട് മല്ലയുദ്ധത്തിനായിട്ട് വന്നു. അവർ തമ്മിൽ കുറേ നേരം മുഷ്ടിയുദ്ധം ഉണ്ടായി. ആ മുഷ്ടിയുദ്ധത്തിൻ്റെ ഒടുവിൽ
ഏതായാലും സുഗ്രീവൻ്റെ അതികഠിനമായ മുഷ്ടി പ്രഹാരം ഇട്ടിട്ട് ആ രാക്ഷസൻ വീഴുകയാണ് ചെയ്തത്. ഹത്വ എന്നാണ് എളുപ്പം നികൃഷ്ടചിരതസ്തസ്യ പതിതസ്യ മഹീതലേ തദ്ബലം രാക്ഷസേന്ദ്രസ്യ ദൃഷ്ട്വാ തത്ര ദൃശ്യതേ വിഷണ്ണവദനാ സർവേ രാക്ഷസാദീനചേതസാ. മഹോദരൻ വീണ് കണ്ടപ്പോൾ ദയനീയമായ മനോഭാവത്തോട് കൂടിയിട്ട് രാക്ഷസന്മാരെ ഓടിയതാണ് കുറേ ആൾക്കാർ. വിദ്രവന്തിത സർവേ ഭയവിത്വസ്തചേതസാ. വലിയ ഉത്സാഹവും വീരത്വമൊക്കെ കാണിക്കെങ്കിലും പ്രഗത്ഭരായിരിക്കുന്ന സേനാനായകന്മാർ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനുയായികൾ ഭയന്നു അവർ പിന്മാറി എന്ന് പറയുകയാണ്. മഹോദരന്തം വിനിപത്യ ഭൂമവും, മഹോദരൻ ഭൂമിയിൽ വീണതോട് കൂടിയിട്ട് വാനരന്മാർ ആർത്തു വിളിച്ചു. കാരണം തങ്ങൾക്ക് വിജയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അട്ടഹസിക്കുകയും ചെയ്തു. അതിൻ്റെ 98ാമത്തെ സർഗത്തിൽ മഹാഭാർഷൻ്റെ വധം. അപ്പോൾ നേരത്തെ കണ്ടു വിരൂപാക്ഷൻ വീണ് കഴിഞ്ഞു, മഹോദരൻ വീണു. പിന്നെ മഹാഭാർഷൻ യുദ്ധത്തിൻ്റെ മുന്നണിയിലേക്ക് വന്നു. മഹോദരേതു നിഹതേ മഹാഭാർഷോ മഹാബല. ഇതൊക്കെ നമ്മൾ ധരിക്കേണ്ടത് ഇവരൊക്കെ കൊല്ലപ്പെട്ടു അഥവാ തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് മോശക്കാരെന്ന് മഹാകേവന്മാർ തന്നെയാണ്. പക്ഷേ രാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവാദികളുടെയും ബലത്തിൻ്റെ മുമ്പിൽ അവർ നിസ്സാരന്മാരായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഓർമ്മിക്കുന്നത് അതിനാണ് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കേമത്വങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. കാരണം ശത്രു പ്രബലനാണെന്ന് വരുമ്പോഴാണ് യുദ്ധവിജയത്തിന് തിളക്കം കൂടുള്ളൂ. ദുർബലനായ ഒരു ശത്രുവിനെ ആർക്കും വധിക്കാനോ. അതുകൊണ്ട് ഈ രാഷ്ട്രന്മാർ ഇപ്പോൾ ദുർബലന്മാരായിരുന്നില്ല, മഹാകേവന്മാർ തന്നെയായിരുന്നു. പക്ഷേ യുദ്ധസാമർഥ്യം കൊണ്ടും കാലത്ത് അവർ അധർമ്മം കൊണ്ടും അവർ തോറ്റുപോയി മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ വാനരാണാൻ സുസംരബ്ധ പാർശ്വേകേഷഞ്ചിതൻ നിർത്തിത ബാണവർഷേണ മഹാപാർശ്വേന വാനര. ആ മഹാപാർശ്വൻ്റെ ബാണവർഷം കൊണ്ട് നിരന്തരമായി മഴ പെയ്യും പോലെ അമ്പുകളിങ്ങനെ പ്രയോഗിച്ചപ്പോൾ വാനരന്മാർ തൽക്കാലത്തേക്ക് വിഷമായി ഒക്കെ പോലെ ചിലർക്കൊക്കെ ഓടേണ്ടി വന്നു. വാനന്മാരെ വല്ലാണ്ട് മതിച്ചു കളഞ്ഞു. അവർ തൽക്കാലത്തേക്ക് വിഷാദമഗ്നരായിപ്പോയി. അങ്ങനെയൊക്കെ ആണ് ഉണ്ടായത്. അപ്പോഴംഗദൻ വന്നിട്ട് മഹാഭാർഷനെ നേരിട്ടു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചെകിട്ടത്തടിച്ചു. അംഗദൻ്റെ മുഷ്ടിപ്രഹാരം കലശലായിരുന്നു. ധനുഷ്ട സസരൻ ഹസ്താൽ ചിരസ്ത്രാണൻ്റെ പാതയിൽ. ഈ മഹാഭാർഷൻ്റെ തലപ്പാവും കിരീടമൊക്കെ താഴെ വീണു. ഏതായാലും അംഗദൻ്റെ അതിശക്തമായ പ്രഹരമേറ്റിട്ട് മഹാഭാർഷനും വധിക്കപ്പെട്ടു. ഇങ്ങനെ യുദ്ധത്തിൻ്റെ ആ ഗതി അങ്ങനെയാണ് പോയത്. ഇനി കാര്യമായിട്ട് എടുത്തു പറയത്തക്ക രാക്ഷസന്മാരൊന്നും ബാക്കിയില്ലാതായി. രാവണനാകപ്പാടെ പരിഭ്രാന്തനായി തീർന്നു. ഇനി 99ാമത്തെ സർഗം മുതൽക്ക് 5-6 സർഗങ്ങളിലായിട്ട് അതുല്യമായ ആ രാമരാവണ യുദ്ധം വർണ്ണിക്കുക. രാമരാവണ യുദ്ധത്തെക്കുറിച്ച് വാൽമീകിനെ പറയുന്നത് സാഗരം സാഗരോപമം എന്നൊക്കെയാണ്. അതായത് പർവ്വം ഈ സമുദ്രത്തിന് തുല്യമായി സമുദ്രം മാത്രമേ ഉള്ളൂ, ആകാശത്തിന് തുല്യമായി ആകാശം മാത്രമേ ഉള്ളൂ. ഗഗനം ഗഗനോപമം. അതുപോലെ രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ അത് അതുപോലെയാണെന്ന് പറയാനേ പറ്റുള്ളൂ. വേറൊന്നിനോട് ഊഹിക്കാൻ സാധിക്കാത്ത വിധം അത് അനന്യമായിരുന്നു മാത്രം. അനന്വയമായിരുന്നു. വേറൊന്നിനോട് തട്ടിച്ച് പറയാൻ പറ്റില്ല. കാരണം വേറൊന്നും അതുപോലെ ഉണ്ടായില്ല എന്നാണ്. അങ്ങനെ അതികേമമായിരിക്കുന്ന രാമരാവണ യുദ്ധം. ആ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ രാവണൻ വധിക്കപ്പെടുകയാണ്. അതോടുകൂടി രാമായണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം, മുഖ്യമായ ഘട്ടം തീരെയാണ്. ആ യുദ്ധത്തിൻ്റെ വർണ്ണനയും രാവണവധവും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ തുടർന്നുള്ള പ്രഭാഷണങ്ങൾ പറയാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.